നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചം എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കുമെന്നാണ് നമ്മിൽ അധിക പേരുടെയും ധാരണ. ഈ തെറ്റിദ്ധാരണയാണ് ഭൗതിക ചിന്തയിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഗ്രീക്ക് തത്വചിന്തയുടെ നട്ടെല്ല്. സുമേറിയയുടെയും ഈജിപ്തിൻ്റെയും ബിംബാരാധനയുടെ അടിസ്ഥാനവും ഈ തെറ്റിദ്ധാരണ തന്നെയാണ്. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദങ്ങളെക്കുറിച്ച് ഇവർക്ക് ഒരു ധാരണയുമില്ലാത്തതോ ആ വേദങ്ങളെ അവഗണിക്കുന്നതോ ആണ് ഇവരുടെ ഈ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനം. തുടക്കകാലത്തെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും അപക്വത ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുകയാണുണ്ടായത്. പക്ഷേ പക്വത കൈവരിച്ച ഇക്കാലത്തെ ശാസ്ത്രം ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നുവെന്നും ഒരു നാൾ ഇത് ഒടുങ്ങുമെന്നും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സത്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ട തത്വസമ്പൂർണമായ ഖുർആൻ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഈ പ്രപഞ്ചം ഒരു ഘട്ടം തീർച്ചയായും അവസാനിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകാവസാനം വന്നണയുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇക്കാര്യം വ്യക്തമാക്കുന്ന ഖുർആൻ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. തീർച്ചയായും ആ അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശവകുടീരങ്ങളിൽ കിടക്കുന്നവരെ അല്ലാഹു പുറത്തു കൊണ്ടുവരികയും ചെയ്യും. പരമകാരുണ്യവാനും സർവശക്തനും സർവാധിപതിയും സർവജ്ഞനും സർവതന്ത്രജ്ഞനുമായ അല്ലാഹു കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നിലനിൽക്കുന്നത്. അല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം തന്നെ എല്ലാ വ്യവസ്ഥകളും ഒരു നാൾ തകിടം മറിയും. അങ്ങനെ സർവചരാചരങ്ങളും അവയുടെ അന്ത്യം കുറിക്കും. ആകാശം പൊട്ടിപ്പിളർന്നാൽ, സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെട്ടാൽ, പർവ്വതങ്ങൾ പാറിപ്പറന്നാൽ, സൂര്യൻ കെട്ടടങ്ങിയാൽ എന്നിങ്ങനെയുള്ള അടയാളങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ലോകാവസാനത്തെക്കുറിച്ച് വിവരിക്കുന്നത്. പ്രപഞ്ചം മുൻപൊരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു മഹാവിപത്തു തന്നെയായിരിക്കും ലോകാവസാനം. മനുഷ്യചരിത്രം ആരംഭിച്ചതു മുതൽ തന്നെ ലോകാവസാനത്തെക്കുറിച്ച് മനുഷ്യർ വ്യാകുലപ്പെട്ടിരുന്നു. ലോകാവസാനത്തെക്കുറിച്ച് നമ്മുടെ റസൂലുള്ളയോടും ജനങ്ങൾ ഇടയ്ക്കിടെ ചോദിക്കാറുണ്ടായിരുന്നു. ഇക്കാര്യം സൂചിപ്പിക്കുന്ന ഖുർആൻ വചനം നമുക്ക് ശ്രദ്ധിക്കാം. നബിയെ, ആ അന്ത്യസമയം എപ്പോഴാണ് വന്നെത്തുകയെന്ന് ജനങ്ങൾ താങ്കളോട് ചോദിക്കുന്നു. താങ്കൾ പറയുക, ആ അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് എൻ്റെ നാഥന് മാത്രമാണ്. ലോകാവസാനത്തിൻ്റെ കൃത്യസമയം സർവതന്ത്രജ്ഞനായ അല്ലാഹു നമ്മിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിലും ആ സമയത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നമ്മുടെ റസൂലുള്ളയിലൂടെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ റസൂലുള്ളയിലൂടെ നമുക്ക് ലഭിച്ച അറിവുകളാണ് ഈ ഡോക്യുമെൻ്ററിയുടെ ആധാരം. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ. അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ റസൂലുള്ളയുടെ ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഹുദൈഫ ഇബ്നു സയ്യിദ് അൽ ജിഫ്രി ഉദ്ധരിക്കുന്നു, ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂലുള്ള ഞങ്ങളുടെ അടുക്കൽ വന്നു. ഞങ്ങൾ എന്തിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് റസൂലുള്ള ഞങ്ങളോട് ചോദിച്ചു. ലോകാവസാനത്തെക്കുറിച്ചായിരുന്നുവെന്ന് ഞങ്ങൾ റസൂലുള്ളയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞു, 10 അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. 1. ശക്തമായ പുക ഉയരൽ. 2. ദജ്ജാലിൻ്റെ പുറപ്പാട്. 3. ലാബത്ത് അൽ അർള് പ്രത്യക്ഷപ്പെടൽ. 4. അസ്തമയസ്ഥാനത്തു നിന്നുള്ള സൂര്യൻ്റെ ഉദയം. 5. മറിയം ബീവിയുടെ പുത്രൻ ഈസാ റസൂലിൻ്റെ അവതരണം. 6. യഅ്ജൂജ് മഅ്ജൂജ് പ്രത്യക്ഷപ്പെടൽ. 7. കിഴക്കുഭാഗത്തെ ശക്തമായ മണ്ണിടിച്ചിൽ. 8. പടിഞ്ഞാറുഭാഗത്തെ ശക്തമായ മണ്ണിടിച്ചിൽ. 9. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ശക്തമായ മണ്ണിടിച്ചിൽ. 10. യമൻ ഭാഗത്തുനിന്ന് തീ ഉയരൽ എന്നിവയാണ് ആ 10 അടയാളങ്ങൾ. അതിനുശേഷം മനുഷ്യർ ന്യായവിധി മൈതാനത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ശക്തമായ പുക ഉയരൽ. നമ്മുടെ റസൂലുള്ള സൂചിപ്പിച്ച 10 അടയാളങ്ങളിൽ ആദ്യത്തേതാണ് ശക്തമായ പുക ഉയരൽ.
നബിയേ, ആകാശം വ്യക്തമായ പുക പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു ദിവസം താങ്കൾ പ്രതീക്ഷിക്കുക. ആ പുക മനുഷ്യരെയാകെ മൂടിപ്പുതയ്ക്കും. ആ ദിവസം മനുഷ്യർ അലമുറയിടും, ഇത് വല്ലാത്തൊരു ശിക്ഷ തന്നെയാണല്ലോ ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ നീ ദൂരീകരിച്ചു തരൂ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നവരാണ്. നബിയെ, ആ ദിവസത്തെ ബോധോദയം കൊണ്ട് മാത്രം അവർക്കെന്തു നേട്ടം? വ്യക്തമായ പ്രബോധനവുമായി പ്രവാചകൻ ആ ദിവസത്തിനും എത്രയോ മുമ്പ് തന്നെ അവർക്കിടയിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവർ പ്രവാചകനെ അവഗണിച്ചു. അവർ വിലയിരുത്തി, ഏറെ കാര്യങ്ങൾ പഠിച്ച് തലതിരിഞ്ഞു പോയവനാണിവൻ. അല്ലാഹു അവർക്ക് ആ ശിക്ഷ ദൂരീകരിച്ചു കൊടുത്താൽ അവർ തങ്ങളുടെ പഴയ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കും. ആ ദിവസം അല്ലാഹു അവരെ വളരെ ശക്തമായി പിടിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ഏറെ ശിക്ഷിക്കുന്നവരുമാണ്. പ്രബലമായ വ്യാഖ്യാനങ്ങളനുസരിച്ച് ഈ ആയത്തുകളിൽ വിവരിക്കപ്പെടുന്ന പുക തന്നെയാണ് ലോകാവസാന നാളിൽ ഉയരുന്ന പുക. ഈ പുക മനുഷ്യരുടെ കണ്ണിലും കാതിലും മൂക്കിലും തുളച്ചുകയറും. മനുഷ്യർ തല തീയിലിട്ട് വറക്കപ്പെടുന്നതുപോലെ പിടയും. പക്ഷേ ഏകദൈവ വിശ്വാസികളെ ഈ പുക ഒരു വിധത്തിലും ശല്യം ചെയ്യുകയില്ല. അവർക്ക് ഈ പുക കാരണം ഒരുതരം തണുപ്പാണ് അനുഭവപ്പെടുക. പുക ഒഴിഞ്ഞുപോകാനുള്ള ജനലോ ദ്വാരമോ ഇല്ലാത്ത ഒരു മുറി പോലെയായിരിക്കും പ്രപഞ്ചത്തിൻ്റെ അന്നത്തെ അവസ്ഥ. ഈ അവസ്ഥ 40 ദിവസങ്ങളോളം തുടരുകയും ചെയ്യും. ആയത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു രക്ഷാമാർഗത്തിനു വേണ്ടി ജനങ്ങൾ മുറവിളി കൂട്ടും. പക്ഷേ അല്പം ഇളവനുവദിച്ചു കിട്ടിയാൽ പഴയ നിലപാടുകളിലേക്കു തന്നെ മനുഷ്യർ തിരിച്ചു പോകും. പ്രകൃതിയുടെ ചില പ്രതിഭാസം കാരണമാണ് ആ പുക ഉയർന്നതെന്ന് അവർ വിലയിരുത്തുകയും പഴയ കലഹങ്ങൾ തുടരുകയും ചെയ്യും. യുദ്ധങ്ങളും കലഹങ്ങളും. ലോകാവസാനത്തിൻ്റെ മറ്റൊരു അടയാളമാണ് യുദ്ധങ്ങളും കലഹങ്ങളും. ലോകാവസാനം ആസന്നമായാൽ കൂട്ടക്കൊല പതിവായി മാറും. ഒരുപാട് രക്തം ചിന്തപ്പെടാതെ ലോകാവസാനം ആസന്നമാകുകയില്ല. മനുഷ്യചരിത്രം ആരംഭിച്ച മുതൽ തന്നെ കലഹങ്ങളും പതിവാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ കലഹങ്ങൾ പക്ഷേ വളരെ നേരിയ തോതിലും പ്രാദേശികവും മാത്രമായിരുന്നു. ലോകജനത ആകമാനം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യുദ്ധത്തിൽ പങ്കുചേരുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ പിറവിയോടുകൂടിയാണ്. ആ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് മൃതിയടഞ്ഞത്. ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾക്ക് അവയവങ്ങൾ നഷ്ടപ്പെടുകയോ ഉറ്റവരെ നഷ്ടപ്പെടുകയോ പാർപ്പിടം നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ആറ്റം ബോംബ്, രാസായുധം തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളും സൈനിക സന്നാഹങ്ങളും യുദ്ധക്കെടുതികൾ വളരെയധികം ഉയർത്തിയിരിക്കുന്നു. ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ എന്നീ രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെയും 10,000-കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെടുന്നു. ആധുനിക നരഭോജികളുടെ ഈ വിളയാട്ടം ലോകാവസാനത്തിൻ്റെ ഒരടയാളം തന്നെയാണ് നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നത്. വലിയ പട്ടണങ്ങളുടെ നാശം. വലിയ പട്ടണങ്ങളുടെ നാശമാണ് ലോകാവസാനത്തിൻ്റെ മറ്റൊരടയാളം. ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഹദീസ് നമുക്ക് പരിശോധിക്കാം. വലിയ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെടും. അങ്ങനെയൊരു പട്ടണം ഭൂമുഖത്ത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതുപോലെ ആയിത്തീരും. പ്രകൃതിക്ഷോഭങ്ങളാലും വലിയ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഭൂമികുലുക്കങ്ങളും കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഭൂമുഖത്തുള്ള ഒരുപാട് പട്ടണങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഭൂമികുലുക്കം ലോകാവസാനത്തിൻ്റെ മറ്റൊരടയാളമാണ് തുടരെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ. ഈ അടയാളത്തെക്കുറിച്ചുള്ള ഹദീസ് നമുക്ക് ശ്രദ്ധിക്കാം. ഭൂമികുലുക്കങ്ങൾ ഒരു നിത്യസംഭവമായി മാറുന്നതുവരെ അന്ത്യനാൾ ആസന്നമാകുകയില്ല. പ്രകൃതിക്ഷോഭങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ വിലയിരുത്തിക്കഴിഞ്ഞാൽ ലോകാവസാനം ഏതാണ്ട് അടുത്തിരിക്കുകയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ്. ഹദീസുകളിൽ ഏറെ ഊന്നിപ്പറഞ്ഞു കാണുന്ന ഒരു പ്രകൃതിക്ഷോഭമാണ് ഭൂമികുലുക്കം. 1999 മാത്രം 20,832 ഭൂമികുലുക്കങ്ങൾ ഉണ്ടായെന്നാണ് അമേരിക്കൻ നാഷണൽ എർത്ത്ക്വേക്സ് ഇൻഫർമേഷൻ സെന്റർ വ്യക്തമാക്കിയിരിക്കുന്നത്.
ഇക്കാലയളവിൽ 10,000-കണക്കിന് മനുഷ്യരാണ് മൃതിയടഞ്ഞത്. ഭൂമികുലുക്കങ്ങളുടെ എണ്ണം ഇക്കാലത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഹദീസ് സൂചിപ്പിക്കുന്ന ലോകാവസാനത്തിൻ്റെ മറ്റൊരടയാളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തം. ദാരിദ്ര്യം. മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രചരിക്കുന്ന ദാരിദ്ര്യമാണ് ലോകാവസാനത്തിൻ്റെ മറ്റൊരടയാളം. ഈ അടയാളത്തെക്കുറിച്ചുള്ള ഹദീസുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ദരിദ്രരുടെ എണ്ണം പെരുകും. നേട്ടങ്ങൾ ഏതാനും ധനികർക്കിടയിൽ മാത്രം വീതിക്കപ്പെടും. ദരിദ്രർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയില്ല. ഈ ഹദീസുകൾ വ്യക്തമാക്കുന്നത് പോലെ ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം ഇക്കാലത്ത് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ലോകാവസാനം വളരെ അടുത്തുതന്നെയാണെന്നാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും തെക്കേ അമേരിക്കയിലെയും കിഴക്കൻ യൂറോപ്പിലെയും ഒരുപാട് പേർ ഇന്ന് സമ്പൂർണ്ണ പട്ടിണിയിലാണ്. ലോക ജനസംഖ്യയുടെ 1/4 ഇന്ന് സങ്കൽപ്പിക്കാൻ സാധിക്കാത്തത്ര ദുരിതത്തിലും പട്ടിണിയിലുമാണെന്നാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത്. 2000-ലെ കണക്കനുസരിച്ച് 82,60,00,000 ജനങ്ങളിൽ പോഷകക്കുറവ് കണ്ടുവരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 6 പേരിൽ ഒരാൾ ഇക്കാലത്ത് സമ്പൂർണ്ണ പട്ടിണിയിലാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? വിഭവങ്ങളുടെ കുറവ് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? അല്ലെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. വിഭവങ്ങളുടെ അനിയന്ത്രിതവും നീതിരഹിതവുമായ വിതരണം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണിയിലും ദുരിതത്തിലും കഴിഞ്ഞുകൂടുമ്പോൾ ലോകവിഭവങ്ങൾ വളരെ കുറച്ചുപേരുടെ കൈകളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുകയാണ്. എല്ലാത്തിലുമുപരി 20-ാം നൂറ്റാണ്ടിൻ്റെ പിറവിയോടുകൂടി മനുഷ്യർക്കിടയിലെ അസമത്വം വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. മനുഷ്യത്വവും ധാർമ്മിക മൂല്യങ്ങളും കളഞ്ഞുകുളിച്ചതാണ് ഇത്തരമൊരു അവസ്ഥ സംജാതമാകാൻ ഇടയായത്. ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ച. ലോകാവസാനത്തിൻ്റെ മറ്റൊരു അടയാളമാണ് ലോകമെങ്ങും കാണപ്പെടുന്ന ധാർമ്മിക മൂല്യത്തകർച്ച. ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഹദീസുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അവസാനഘട്ടത്തിൽ പരസ്യമായ അവിഹിതവേഴ്ച പ്രചരിക്കും. അവിഹിതവേഴ്ചകൾ പ്രചരിക്കുമ്പോൾ അവസാന നാൾ ആസന്നമാകും. ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും അനുകരിക്കും. മനുഷ്യനെ സംസ്കാരമുള്ളവനാക്കുന്നതും മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതും ധാർമ്മിക മൂല്യങ്ങളാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ ഇക്കാലത്ത് വളരെ അപകടകരമായ നിലയിലായി മാറിയിരിക്കുന്നു. സ്വവർഗരതി, വ്യഭിചാരം, വിവാഹേതര ബന്ധങ്ങൾ, പീഡനങ്ങൾ, അശ്ലീല പ്രദർശനങ്ങൾ, വ്യഭിചാരം മൂലമുള്ള കൊലകൾ എന്നിവയുടെ ഇക്കാലത്തെ വർധനവ് ധാർമ്മിക മൂല്യങ്ങളുടെ അധപ്പതനം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്നും ഖുർആനിൻ്റെ ബോധനങ്ങളിൽ നിന്നുമുള്ള അകൽച്ച. അവസാന നാളുകളിൽ ഖുർആൻ ബോധനം ഖുർആൻ ലിപികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും. തെറ്റായ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെടും. വിഭാഗീയ ചിന്താഗതി ഇസ്ലാമിൽ ഉടലെടുക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അവഗണിക്കപ്പെടും. പ്രാർത്ഥനകൾ അലങ്കാരത്തിനു വേണ്ടിയുള്ളത് മാത്രമായി ചുരുങ്ങും. മതം വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാധ്യമമായി മാറ്റപ്പെടും. സാമൂഹിക ബന്ധങ്ങളുടെ ശിഥിലീകരണം. മതം മുന്നോട്ട് വയ്ക്കുന്ന നീതി, സമാധാനം, സ്നേഹം, അനുകമ്പ, ചാരിത്രശുദ്ധി, ബഹുമാനം, സംരക്ഷണം തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് മനുഷ്യൻ അകലുന്നതിൻ്റെ അനന്തരഫലമായി സാമൂഹിക ബന്ധങ്ങളും ശിഥിലമായിത്തീരും. കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, വിവാഹമോചനങ്ങൾ, ജാരസന്തതികളുടെ പിറവി, വ്യാപാര വ്യവസായങ്ങളിലെ നെറികേട്, മായം ചേർക്കൽ, വഞ്ചന, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇങ്ങനെ തുടരുന്നു ആ പട്ടിക. ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ അള്ളാഹുവിൻ്റെ മാർഗം അവലംബിക്കാത്തവർ ഒരു പരിഹാരമാർഗവും കാണാതെ നട്ടം തിരിയുന്നു. അവസാനം അവർക്ക് ആത്മഹത്യയിൽ അഭയം കണ്ടെത്തേണ്ടി വരുന്നു. അവസാന നാളുകളിലെ സാമൂഹിക ബന്ധങ്ങളുടെ ശിഥിലീകരണത്തെക്കുറിച്ച് നമ്മുടെ റസൂലുള്ള സൂചിപ്പിച്ച മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. കൊലപാതകങ്ങൾ പെരുകുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. ആ കാലഘട്ടം ജനങ്ങൾ തലതിരിഞ്ഞ് ചിന്തിക്കുന്ന കാലഘട്ടമായിരിക്കും. അവർ നുണയൻ്റെ വാക്കുകൾ കേൾക്കുകയും സത്യസന്ധൻ്റെ വാക്കുകൾ തള്ളിക്കളയുകയും ചെയ്യും. വഞ്ചകനെ വിശ്വസിക്കുകയും മാന്യനെ അവിശ്വസിക്കുകയും ചെയ്യും.
അവസാന നാളുകളിൽ നുണകൾ പ്രചരിക്കുകയും സത്യങ്ങൾ കുഴിച്ചുമൂടപ്പെടുകയും ചെയ്യും. അവസാന നാളുകളിൽ ചതിയും വഞ്ചനയും പതിവായി മാറും. കൈക്കൂലി സമ്മാനമായി പരിഗണിക്കപ്പെടുകയും ബാധ്യതയായി കരുതപ്പെടുകയും ചെയ്യും. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കുതിച്ചുകയറ്റം. പ്രകൃതിയെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ പഠനം നടത്താൻ എന്തെങ്കിലും ഒരു സാങ്കേതികവിദ്യ അറബികളുടെ കയ്യിൽ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഖുർആൻ അവതരിച്ചതെന്നാണ് ചരിത്രഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത്, നമ്മുടെ ഇക്കാലത്തെ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും നമ്മുടെ റസൂലുള്ളയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവസാന നാളുകളിലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടാകാനിരിക്കുന്ന ചില മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മുടെ റസൂലുള്ള നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ആ ഹദീസുകളും നമുക്ക് പരിശോധിക്കാം. അവസാന നാളുകളിൽ ആയുസ് വർദ്ധിക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റസൂലുള്ള നമുക്ക് ഈ മുന്നറിയിപ്പ് തരുമ്പോൾ അന്നത്തെ ശരാശരി ആയുസ് ഇന്നത്തെ ശരാശരി ആയുസ്സിനേക്കാൾ എത്രയോ കുറവായിരുന്നു. എന്നു മാത്രമല്ല, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ മനുഷ്യായുസ്സല്ല ഇപ്പോഴത്തെ മനുഷ്യായുസ്. ആധുനിക വൈദ്യശാസ്ത്രം മനുഷ്യൻ്റെ ആയുസ്സും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അക്കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര നേട്ടങ്ങളാണ് ആധുനിക കാലത്ത് നമ്മൾ ആരോഗ്യരംഗത്ത് കൈവരിച്ചിരിക്കുന്നത്. ഇതുപോലെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും സഹായത്താൽ സ്വപ്നതുല്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്കിന്ന് സാധിക്കുന്നു. പക്ഷേ ലോകാവസാനത്തിൻ്റെ അടയാളമായ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഹദീസ് നമുക്ക് ശ്രദ്ധിക്കാം. മണിമാളികകൾ കെട്ടിയുയർത്താൻ മനുഷ്യർ പരസ്പരം മത്സരിക്കുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. നിർമ്മാണരംഗം പരിശോധിക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടിയാണ് നമ്മൾ ബഹുനില കെട്ടിടങ്ങൾ പടുത്തുയർത്തി തുടങ്ങിയത്. ഇരുമ്പിൻ്റെ ഉപയോഗവും നിർമ്മാണരംഗത്തെ സാങ്കേതിക വിദ്യകളും ഇക്കാലത്തെ കെട്ടിടങ്ങളെയൊക്കെ അമ്പരചുംബികളാക്കി മാറ്റിയിരിക്കുന്നു. ഹദീസ് വ്യക്തമാക്കിയതുപോലെ ഇക്കാലത്ത് വ്യക്തികൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും കെട്ടിടങ്ങളുടെ ഉയരത്തിൻ്റെ കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ സമയം കൊണ്ട് വളരെ വലിയ കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മറ്റൊരു നേട്ടമായാണ് നാം വിലയിരുത്തുന്നത്. പക്ഷേ ഇതും ലോകാവസാനത്തിൻ്റെ മറ്റൊരടയാളമാണ്. ഈ അടയാളത്തെക്കുറിച്ചുള്ള ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം. സമയദൈർഘ്യം കുറയുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. വളരെ ചെറിയ സമയം കൊണ്ട് വളരെ വലിയ ദൂരം താണ്ടാൻ സാധിക്കും. റസൂലുള്ളയുടെ കാലത്ത് 1 മാസം യാത്ര ചെയ്യേണ്ടി വന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിന്ന് അത്യാധുനിക മോട്ടോർ വാഹനങ്ങളുടെയും ട്രെയിനുകളുടെയും സൂപ്പർസോണിക് വിമാനങ്ങളുടെയും സഹായത്താൽ മണിക്കൂറുകൾക്കിടയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഹദീസ് വ്യക്തമാക്കിയ കാര്യം നമ്മുടെ ഇക്കാലത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അക്കാലത്ത് വളരെ വലിയ സമയം വേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഇക്കാലത്ത് വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നു തന്നെയാണ് സമയദൈർഘ്യം കുറയും എന്ന ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഹദീസ് നമുക്ക് ശ്രദ്ധിക്കാം. 1 വർഷം 1 മാസം പോലെയും, 1 മാസം ഒരാഴ്ച പോലെയും, ഒരാഴ്ച 1 ദിവസം പോലെയും, 1 ദിവസം 1 വിളക്കിന് തീ കൊളുത്തുന്ന നേരം പോലെയും ചുരുങ്ങുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. അന്ന് പൂക്കാനോ കായ്ക്കാനോ 1 വർഷമെടുക്കുന്ന ചെടികൾ ഇന്ന് വെറും 1 മാസം കൊണ്ട് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യുന്ന ജനിതകവിദ്യ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അന്ന് പകർത്തിയെഴുതാൻ 1 മാസമെടുക്കുന്ന ഒരു ഗ്രന്ഥം ഇന്ന് ടൈപ്പ് ചെയ്യാൻ ഒരാഴ്ച മാത്രം മതി. അന്ന് ധരിച്ചിരുന്ന ഒരു വസ്ത്രം കൈകൊണ്ട് തുന്നിയെടുക്കാൻ ഒരാഴ്ച വേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്ന് ആ വസ്ത്രം അതിനേക്കാൾ ഭംഗിയിൽ തയ്ച്ചെടുക്കാൻ 1 ദിവസം തികച്ചും വേണ്ട. അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു സന്ദേശം കൊടുത്തുവിട്ടാൽ അത് മദീനയിൽ എത്തിച്ചേരാൻ 2 ദിവസമെടുക്കും. ഇന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ വെറും 2 തീപ്പെട്ടിക്കൊള്ളി ഉരതുന്ന സമയം കൊണ്ട് നടക്കും. 1 വർഷം 1 മാസം പോലെയും, 1 മാസം ഒരാഴ്ച പോലെയും, ഒരാഴ്ച 1 ദിവസം പോലെയും, 1 ദിവസം 1 വിളക്കിന് തീ കൊളുത്തുന്ന നേരം പോലെയും ചുരുങ്ങിയിരിക്കുന്നു. ലോകാവസാനത്തിൻ്റെ അടയാളമായി മാറുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മറ്റൊരു നേട്ടത്തെക്കുറിച്ചുള്ള ഹദീസ് നമുക്ക് ശ്രദ്ധിക്കാം. ഒരാളുടെ ശബ്ദം അയാളോട് തന്നെ സംസാരിക്കുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. ഈ ഡോക്യുമെൻ്ററിക്ക് ശബ്ദം കൊടുത്ത എൻ്റെ ഈ ശബ്ദം താങ്കളിപ്പോൾ കേൾക്കുന്നത് പോലെ തന്നെ ഈ ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ശബ്ദം എന്നോട് തന്നെ സംസാരിക്കുന്നു.
ശബ്ദം റെക്കോർഡ് ചെയ്യാനും അത് പിന്നീട് കേൾക്കാനുമുള്ള സാങ്കേതികവിദ്യ 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് കണ്ടെത്തിയത്. ശബ്ദവിനിമയ രംഗത്തെക്കുറിച്ചുള്ള നമ്മുടെ റസൂലുള്ളയുടെ മറ്റ് വചനങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഒരാളെ തൻ്റെ പേര് വിളിച്ചുകൊണ്ട് ശബ്ദം കടന്നുവരും. പടിഞ്ഞാറേ അറ്റത്തുള്ളവനും കിഴക്കേ അറ്റത്തുള്ളവനും അത് കേൾക്കും. ഒരു ശബ്ദം ലോകത്താകമാനം വ്യാപിക്കും. ഓരോ നാട്ടുകാരനും തൻ്റെ സ്വന്തം ഭാഷയിൽ അത് കേൾക്കും. ആകാശത്തു നിന്നുള്ള ഒരു സന്ദേശം ഓരോ നാട്ടുകാരനും തൻ്റെ ഭാഷയിൽ കേൾക്കും. റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളെയാണ് ഈ ഹദീസുകൾ ഉദ്ദേശിച്ചതെന്ന് വളരെ വ്യക്തമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നിരിക്കെ നമ്മുടെ റസൂലുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നത് ഒരാശ്ചര്യം തന്നെയാണ്. ചന്ദ്രൻ പിളർന്നു. ലോകാവസാനത്തെക്കുറിച്ച് സൂചന നൽകുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. അവയിലൊന്നാണ് 54-ാം അധ്യായമായ ഖമറിലെ ആദ്യ വചനം. ഖമർ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ചന്ദ്രൻ എന്നാണ്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ആ സമയം ആസന്നമായിരിക്കുന്നു, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. ഇമാം മഹ്ദിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. നമ്മുടെ റസൂലുള്ള ലോകാവസാനത്തെക്കുറിച്ചും ന്യായവിധി നാളിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തി തന്നതാണ് റസൂലുള്ളയുടെ പിൻഗാമിയായ ഇമാം മഹ്ദിയെക്കുറിച്ചുള്ള വിവരങ്ങൾ. ലോകത്തിൻ്റെ എല്ലാ മൂലയിൽ വെച്ചും ഏകദൈവ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് ഇമാം മഹ്ദി അവതരിക്കുക. വിശ്വാസികളുടെ ശത്രുക്കൾക്കെതിരെ ഇമാം മഹ്ദി പോരാടുകയും വിശ്വാസികളെ ഒരു കൊടിക്കീഴിൽ അണിനിരത്തുകയും ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കുകയും അറബ് മേഖല ഭരിക്കുകയും ഈസ അലൈഹിസ്സലാം ഉൾപ്പെടുന്ന ഒരു ജമാഅത്തിന് മക്കയിൽ വെച്ച് നേതൃത്വം നൽകുകയും ചെയ്യും. ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹ്ദി ഇമാം അവതരിച്ചിട്ടില്ല, അവതരിക്കാനിരിക്കുന്നതേയുള്ളൂ. മഹ്ദി ഇമാമിനെക്കുറിച്ചുള്ള നമ്മുടെ റസൂലുള്ളയുടെ പ്രവചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അവതരിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേരായിരിക്കും. അദ്ദേഹം അറബ് മേഖലയിൽ ഭരണം നടത്തും. അലിയിബ്നു അബൂ ത്വാലിബ്, അബൂ സഈദ്, ഉമ്മു സൽമ, അബൂ ഹുറൈറ എന്നിവർ ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, ന്യായവിധി നാളിൻ്റെ തൊട്ടുമുമ്പ് അള്ളാഹു എൻ്റെ കുടുംബത്തിൽ നിന്ന് മഹ്ദി ഇമാമിനെ അവതരിപ്പിക്കും. ഒരു ദിവസം മാത്രമാണ് ബാക്കിയെങ്കിൽ പോലും അദ്ദേഹം ലോകത്ത് നീതിയും സമത്വവും സ്ഥാപിക്കും. അക്രമങ്ങളും പീഡനങ്ങളും പിഴുതെറിയും. അബൂ സഈദ് അൽ ഖുദരി ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, വീതിയേറിയ നെറ്റിത്തടവും നീണ്ട നാസികയുമുള്ള ഒരാളായിരിക്കും മഹ്ദി. അനീതിയും അക്രമങ്ങളും നിറഞ്ഞ ഭൂമിയിൽ അദ്ദേഹം നീതി നിറയ്ക്കും. 7 വർഷത്തോളം അദ്ദേഹം ഭരണം നടത്തും. റസൂലുള്ള പറഞ്ഞു, ന്യായവിധി നാളിൻ്റെ തൊട്ടടുത്തുവരെ എൻ്റെ ഒരു സമുദായം നീതിക്കുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. അപ്പോൾ മറിയം ബീവിയുടെ പുത്രൻ ഈസ അവതരിക്കും. ഈസയോട് എൻ്റെ സമുദായത്തിൻ്റെ ഇമാം നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെടും. നിങ്ങളുടെ ഇമാമിനെ അള്ളാഹു നിങ്ങളിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹ്ദിയുടെ ചുമലിൽ ഈസ കൈവെക്കുകയും ക്ഷണം നിരസിക്കുകയും ചെയ്യും. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, റസൂലുള്ള ചോദിച്ചു, മറിയം ബീവിയുടെ പുത്രൻ ഈസ അവതരിച്ചിട്ടും നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നു തന്നെ ഒരാളായാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഇതുവരെ ചർച്ച ചെയ്ത ഹദീസുകളിൽ നിന്ന് മഹ്ദി ഇമാമിനെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അവ പരിശോധിക്കാം. 1. റസൂലുള്ളയുടെ മകളായ ഫാത്തിമ ബീവിയുടെ കുടുംബ പരമ്പരയിൽപ്പെടുന്ന ഒരാളായിരിക്കും മഹ്ദി ഇമാം. 2. വീതിയേറിയ നെറ്റിത്തടവും നീണ്ട നാസികയുമായിരിക്കും ഇമാമിന്. 3. ന്യായവിധി നാളിൻ്റെ തൊട്ടു മുമ്പായിരിക്കും ഇമാം അവതരിക്കുക. 4. റസൂലുള്ളയുടെ പേരിനോട് സാമ്യമുള്ള പേരായിരിക്കും ഇമാമിൻ്റേത്. 5. ഇമാം നീതിക്കുവേണ്ടി യുദ്ധം നയിക്കും. 6. അറബ് മേഖലയിൽ 7 വർഷത്തോളം അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ച് ഭരണം നടത്തും. 7. ഭൂമിയിൽ നീതിയും സമത്വവും സ്ഥാപിക്കും. 8. അക്രമങ്ങളും പീഡനങ്ങളും പിഴുതെറിയും.
9. ഈസ ഉൾപ്പെടുന്ന ഒരു ജമാഅത്തിന് മക്കയിൽ വെച്ച് നേതൃത്വം നൽകും. 10. മസീഹ് ഈസ അല്ലാത്ത മറ്റൊരാളായിരിക്കും മഹ്ദി ഇമാം. ദജ്ജാലിന്റെ പുറപ്പാട്. ചതിയൻ, നുണയൻ എന്നൊക്കെയാണ് ദജ്ജാൽ എന്ന പദത്തിന്റെ അർത്ഥം. അവസാന നാളുകളിലെ സംഭവങ്ങളിൽ ഏറ്റവും ഭയാനകമാണ് ദജ്ജാലിന്റെ പുറപ്പാട്. എത്ര തന്നെ അടിയുറച്ച ഏകദൈവ വിശ്വാസിയുടെ വിശ്വാസം പോലും ദജ്ജാലിന്റെ പീഡനങ്ങളിലൂടെ പരീക്ഷിക്കപ്പെട്ടേക്കാം. വിശ്വാസിയുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി തന്നെയാണ് അല്ലാഹു ദജ്ജാലിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ റസൂലുള്ളയുടെ മുന്നറിയിപ്പുകൾ നമുക്ക് പരിശോധിക്കാം. റസൂലുള്ള പറഞ്ഞു, ദജ്ജാലിന്റെ പരീക്ഷണത്തെക്കാൾ വലിയ പരീക്ഷണം ആദം അലൈഹിസ്സലാമിന് ശേഷം അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. തന്റെ സമുദായത്തിന് ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ ഒരു പ്രവാചകനും കടന്നുപോയിട്ടുമില്ല. അനസ് ബിൻ മാലിക് ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, തലപ്പാവ് ധരിച്ച 70,000 യഹൂദികൾ ദജ്ജാലിനെ അനുഗമിക്കും. നവാസ് ബിൻ സമാൻ ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദജ്ജാൽ ഒരു സമൂഹത്തിനടുത്തെത്തും. ആ സമൂഹം അവനെ വിശ്വസിക്കും. അവൻ കൽപ്പിക്കുമ്പോൾ അവർക്കു വേണ്ടി ആകാശത്തുനിന്ന് മഴ പെയ്യും. അവർക്കു വേണ്ടി ഭൂമി ധാന്യങ്ങൾ വിളയിക്കും. അവരുടെ കന്നുകാലികൾ അവരുടെ നിലങ്ങളിൽ മേയുകയും വൈകുന്നേരങ്ങളിൽ പാൽ ചുരത്തുന്ന അകിടുമായി അവർക്കടുത്ത് മടങ്ങുകയും ചെയ്യും. പിന്നീടവൻ മറ്റൊരു സമുദായത്തിനടുത്തു ചെല്ലും. താൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ അവരോട് കൽപ്പിക്കും. പക്ഷേ അവർ ദജ്ജാലിനെ വിശ്വസിക്കുകയില്ല. അവരെ നിർബന്ധിക്കാതെ ദജ്ജാൽ മടങ്ങും. എന്നാൽ അവർക്ക് ക്ഷാമം നേരിടുകയും അവർ ദുരിതത്തിലാവുകയും ചെയ്യും. ഈ ഏകദൈവ വിശ്വാസികൾ ഉറങ്ങിയെഴുന്നേറ്റ് നോക്കുമ്പോൾ തങ്ങൾ ദരിദ്രരായി മാറിയതായും തങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടതായും കാണും. അനസ് ബിൻ മാലിക് ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, മക്കയും മദീനയും ഒഴികെ ദജ്ജാൽ കടന്നു ചെല്ലാത്ത ഒരു പട്ടണവും ഉണ്ടായിരിക്കുകയില്ല. മക്കയുടെയും മദീനയുടെയും എല്ലാ കവാടങ്ങളിലും മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ടായിരിക്കും. പട്ടണത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അവൻ ഉഹുദ് മലയിൽ നിൽക്കും. ആ സമയം മദീന 3 തവണ കുലുങ്ങും. അങ്ങനെ എല്ലാ നിഷേധികളും അക്രമികളും മദീനയുടെ പുറത്തു കടക്കും. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, മുസ്ലിങ്ങൾ യഹൂദികളോട് പോരാടുകയും യഹൂദികൾ മുസ്ലിങ്ങളെ ഭയന്ന് പാറകൾക്കും മരങ്ങൾക്കും പിന്നിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. അല്ലാഹുവിൻ്റെ ഉത്തമദാസന്മാരെ, യഹൂദികൾ ഞങ്ങൾക്കു പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പാറകളും മരങ്ങളും വിളിച്ചു പറയുകയും ചെയ്യും. റസൂലുള്ള പറഞ്ഞു, ദജ്ജാൽ തന്റെ കുതന്ത്രങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറിയം ബീവിയുടെ പുത്രൻ ഈസയെ അല്ലാഹു ഭൂമിയിൽ അവതരിപ്പിക്കും. ദമസ്കസിലെ വെള്ളമിനാരത്തിനടുത്ത് ഏകദേശം മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് 2 മലക്കുകളുടെ അകമ്പടിയോടെയായിരിക്കും ഈസ അവതരിക്കുക. അദ്ദേഹത്തിന്റെ തലമുടിയിൽ മുത്തുകൾ പോലെ ജലകണങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസവായുവിന്റെ അകലത്തിലുള്ള നിഷേധികൾ അദ്ദേഹത്തിന്റെ കാഴ്ചയുടെ അവസാന അറ്റം വരെ അകന്നുപോവുകയും മരിച്ചു വീഴുകയും ചെയ്യും. അദ്ദേഹം ദജ്ജാലിനെ പിന്തുടരുകയും ലൂദ് കവാടത്തിൽ വെച്ച് അവനെ കടന്നുപിടിച്ച് വെട്ടിക്കൊല്ലുകയും ചെയ്യും. റസൂലുള്ള പറഞ്ഞു, ദജ്ജാലിന്റെ കുതന്ത്ര സമയത്ത് ഈസ അവതരിക്കുകയും ഫലസ്തീനിൽ വെച്ച് അവനെ ഈസ വധിക്കുകയും ചെയ്യും. റസൂലുള്ള പറഞ്ഞു, ദജ്ജാൽ 40 ദിവസത്തോളം ഭൂമിയിൽ വിളയാടും. പക്ഷേ ഈ ദിവസങ്ങൾ സാധാരണ ദിവസങ്ങൾ പോലെ ആയിരിക്കുകയില്ല. അവയിലെ ഒരു ദിവസത്തിന് ഒരു വർഷത്തിന്റെ ദൈർഘ്യവും മറ്റൊരു ദിവസത്തിന് ഒരു മാസത്തിന്റെ ദൈർഘ്യവും 3-ാമത്തെ ദിവസത്തിന് ഒരാഴ്ചയുടെ ദൈർഘ്യവും ബാക്കി 37 ദിവസങ്ങൾക്ക് സാധാരണ ദിവസത്തിന്റെ ദൈർഘ്യവുമായിരിക്കും. അപ്പോൾ അനുചരന്മാർ ചോദിച്ചു, റസൂലുള്ളാ, ഒരു വർഷം ദൈർഘ്യമുള്ള ആ ദിവസം ഒരു സാധാരണ ദിവസത്തെ പ്രാർത്ഥനാകർമ്മങ്ങൾ മാത്രം മതിയാകുമോ? റസൂലുള്ള പറഞ്ഞു, പോരാ, സമയം കണക്കാക്കി പ്രാർത്ഥനാകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. റസൂലുള്ള പറഞ്ഞു, ദജ്ജാലിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു. അവൻ 40 ദിവസത്തോളം ഭൂമിയിലുണ്ടായിരിക്കും. അവന്റെ ആധിപത്യം എല്ലായിടത്തും വ്യാപിക്കും. 4 പള്ളികളിൽ മാത്രം അവൻ പ്രവേശിക്കുകയില്ല. മസ്ജിദുൽ ഹറം, മസ്ജിദ് നബവി, മസ്ജിദുൽ അഖ്സ, മസ്ജിദ് ഥൂർ എന്നിവയാണ് ആ 4 പള്ളികൾ. അബൂദർദ് ഉദ്ധരിക്കുന്നു, റസൂലുള്ള പറഞ്ഞു, സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 വചനങ്ങൾ പാരായണം ചെയ്യുന്നവർ ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്.
ദജ്ജാലിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇങ്ങനെയൊരു മാർഗമുണ്ടെന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ടതാണ്. മറിയം ബീവിയുടെ പുത്രൻ ഈസാ റസൂലിന്റെ അവതരണം. ലോകാവസാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നായി നമ്മുടെ റസൂലുള്ള നമ്മെ അറിയിച്ച കാര്യമാണ് ഈസാ റസൂലിന്റെ അവതരണം. ഈ കാര്യത്തെക്കുറിച്ചുള്ള പ്രവാചക വചനം നമുക്ക് പരിശോധിക്കാം. റസൂലുള്ള പറഞ്ഞു, "എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനെ സത്യം. മറിയമിന്റെ മകൻ ഈസാ നീതിനിർവാഹകനായി നിങ്ങൾക്കിടയിൽ അവതരിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം കുരിശുകൾ തകർക്കുകയും പന്നികളെ കൊല്ലുകയും അനാവശ്യ ചുങ്കങ്ങൾ എടുത്തുകളയുകയും ചെയ്യും. അങ്ങനെ ധനം ആർക്കും ആവശ്യമില്ലാത്തത്ര കുമിഞ്ഞുകൂടുകയും ചെയ്യും." മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ തന്നെ ഈസാ റസൂലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയുക്തമായതാണ്. പക്ഷേ ഈസാ റസൂലിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അവസാന നാളുകളിൽ വീണ്ടും അവതരിക്കും എന്നത്. ചിലർ ധരിക്കുന്നത് പോലെ ഈസാ റസൂൽ കുരിശുമരണം വരിച്ചിട്ടില്ല. ഈസാ റസൂൽ വധിക്കപ്പെട്ടുവെന്നോ മരിച്ചുവെന്നോ വിശ്വസിക്കാനുള്ള സൂചന നൽകുന്ന ഒരു വചനവും ഖുർആനിലില്ല. മറിച്ച് ഈസാ റസൂൽ മരിച്ചിട്ടില്ലെന്നും ആകാശാരോഹണം ചെയ്യുകയാണ് ഉണ്ടായതെന്നും വ്യക്തമാക്കുന്ന വചനങ്ങളാണ് ഖുർആനിലുള്ളത്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹുവിൻ്റെ ദൂതനും മറിയമിൻ്റെ പുത്രനുമായ മസീഹ് ഈസയെ തങ്ങൾ കൊന്നുവെന്നാണ് അവരുടെ അവകാശവാദം. അവർ ഈസായെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ അവർക്ക് ആളുമാറുകയാണുണ്ടായത്. ഇക്കാര്യത്തിൽ ഭിന്നിച്ചവർക്ക് തന്നെ പല സംശയങ്ങളാണ്. ചില ഊഹങ്ങളല്ലാതെ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരറിവും അവർക്കില്ല. യഥാർത്ഥത്തിൽ അവർ ഈസയെ കൊന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുകയാണുണ്ടായത്. സർവാധിപതിയും സർവതന്ത്രജ്ഞനുമാണ് അള്ളാഹു. സർവാധിപതിയും സർവതന്ത്രജ്ഞനുമായ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. റോമൻ പട്ടാളം ഈസാ റസൂലിനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അക്കാര്യത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് വിട്ടുകൊടുക്കാതെ അള്ളാഹു ഈസയെ തന്നിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. എന്നുമാത്രമല്ല, ഈസാ റസൂൽ ഭൂമിയിൽ വീണ്ടും അവതരിക്കുമെന്നും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹു പറഞ്ഞു, "ഈസാ, താങ്കളെ ഞാൻ ഏറ്റെടുക്കുകയും എന്നിലേക്ക് ഉയർത്തുകയും നിഷേധികളിൽ നിന്ന് താങ്കളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. താങ്കളുടെ അനുയായികളെ അന്ത്യനാൾ വരെ സത്യനിഷേധികളിൽ നിന്ന് ഉയർത്തി നിർത്തുന്നതാണ്. പിന്നെ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. അന്ന് ഞാൻ നിങ്ങൾക്കിടയിലെ എല്ലാ തർക്കങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നതാണ്." അന്ത്യനാൾ വരെ സത്യനിഷേധികളിൽ നിന്ന് ഉയർത്തി നിർത്തപ്പെടാനുള്ള ഒരു സമുദായം ഈസാ റസൂലിൻ്റെ ആദ്യ അവതരണവേളയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഈസാ റസൂലിന് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു സമുദായം അദ്ദേഹത്തിൻ്റെ രണ്ടാം അവതരണത്തിൽ മാത്രമേ രൂപപ്പെട്ടു വരികയുള്ളൂ. ആ സമുദായം ലോകാവസാനം വരെ സത്യനിഷേധികളെക്കാൾ ഉന്നതിയിൽ നിലനിൽക്കുകയും ചെയ്യും. ഈസാ റസൂലിൻ്റെ ഈ രണ്ടാം അവതരണവേളയിലെ അവസ്ഥ വിവരിക്കുന്ന മറ്റൊരു ഖുർആൻ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈസയുടെ മരണത്തിനു മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കാത്ത ഒരാളും വേദക്കാരിൽ ഉണ്ടായിരിക്കുകയില്ല. ന്യായവിധി നാളിൽ അദ്ദേഹം അവരുടെ വിശ്വാസത്തിന് സാക്ഷിയാവുകയും ചെയ്യും. എല്ലാ ക്രിസ്ത്യാനികളും യഹൂദികളും ഈസാ റസൂലിൽ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരിക്കുമെന്ന് ഈ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഇത് ഈസാ റസൂലിൻ്റെ ആദ്യ അവതരണത്തിൽ സംഭവിച്ചിട്ടില്ല. ഖുർആനിലെ മറ്റെല്ലാ പ്രവചനങ്ങളും പോലെ ഈ പ്രവചനവും സത്യമായി പുലരുമെന്നതിനാൽ ഈസാ റസൂൽ ഭൂമിയിൽ വീണ്ടും അവതരിക്കുകയും ക്രിസ്ത്യാനികളിലും യഹൂദികളിലും ആരും ഒഴിഞ്ഞുപോകാതെ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈസാ റസൂലിൻ്റെ രണ്ടാം അവതരണത്തെക്കുറിച്ച് ഖുർആനിൽ ഒരുപാട് വിവരണങ്ങളുണ്ട്. മാത്രമല്ല, അവതരണത്തിൻ്റെ മുന്നോടിയായി ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ റസൂലുള്ളയുടെ ഹദീസുകളിലുമുണ്ട്. തൻ്റെ രണ്ടാം അവതരണത്തിൽ ഈസാ റസൂൽ ഭൂമിയിൽ ശാന്തിയും സമാധാനവും സ്ഥാപിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനുവേണ്ടി മഹദി ഇമാമും ഈസാ റസൂലും നിരന്തരം പ്രയത്നിക്കും. ക്രിസ്ത്യാനികൾക്കിടയിലെ ത്രിയേകത്വ സങ്കല്പവും ആശ്രമജീവിത സമ്പ്രദായവും പോലെയുള്ള സമൂഹത്തിലെ എല്ലാ അനാചാരങ്ങളും അവർ തൂത്തെറിയും. ദാബത്ത് അൽ-അർള് പ്രത്യക്ഷപ്പെടൽ. ലോകാവസാനത്തിന്റെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങളിലൊന്നാണ് ദാബത്ത് അൽ-അർളിന്റെ പ്രത്യക്ഷപ്പെടൽ. അള്ളാഹുവിന്റെ വചനങ്ങളെ അധിക പേരും ഗൗരവത്തിൽ കണ്ടില്ല എന്നായിരിക്കും ദാബത്ത് അൽ-അർള് എന്ന ജീവി അക്കാലത്ത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ആ സമയം എല്ലാവരും
അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുമെങ്കിലും ആ വേള വിശ്വാസം സ്വീകരിക്കപ്പെടാനുള്ള സമയമായിരിക്കുകയില്ല. ലാബത്തല്ലറിനെക്കുറിച്ചുള്ള ഹദീസ് നമുക്ക് ശ്രദ്ധിക്കാം. അലി ഇബ്നു അബൂ ത്വാലിബ്, ഇബ്നു അബ്ബാസ്, ഖത്താദ, ഹസൻ അൽ ബസരി എന്നിവർ ഉദ്ധരിക്കുന്നു, മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നത് പോലെ തന്നെ ലാബത്തല്ലർന്ന് മനുഷ്യരോട് സംസാരിക്കും. ഇക്കാര്യം വ്യക്തമാക്കുന്ന ഖുർആൻ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അവർക്കുള്ള മുന്നറിയിപ്പ് അവരിൽ പുലർന്നാൽ അവരോട് സംസാരിക്കുന്ന ഒരു ജീവിയെ അള്ളാഹു ഭൂമിയിൽ നിന്ന് അവർക്കിടയിൽ പ്രത്യക്ഷപ്പെടുത്തും. അത് പറയും, തീർച്ചയായും മനുഷ്യർ അള്ളാഹുവിൻ്റെ വചനങ്ങൾ തീരെ ഗൗനിച്ചില്ല. അസ്തമയസ്ഥാനത്തു നിന്നുള്ള സൂര്യന്റെ ഉദയം. സർവശക്തനും സർവാധിപതിയും സർവജ്ഞനും സർവതന്ത്രജ്ഞനുമായ അള്ളാഹു ശൂന്യതയിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചവും ആകാശഗംഗയും സൗരയൂഥവും ഭൂമിയും സർവചരാചരങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവയൊക്കെ സൃഷ്ടിക്കുകയും ഓരോ നിമിഷവും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന് താൻ ആഗ്രഹിക്കുമ്പോൾ ഇവയൊക്കെ പൊടിച്ച് പറത്തിക്കളയാൻ ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. എന്നാലും അങ്ങനെയൊന്നും സംഭവിക്കുകയില്ലെന്നാണ് മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നത്. ഇക്കാര്യം സൂചിപ്പിക്കുന്ന ഖുർആൻ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ആ അന്ത്യസമയം വന്നണയുക തന്നെ ചെയ്യും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ മനുഷ്യരിൽ അധിക പേരും അക്കാര്യം വിശ്വസിക്കുന്നില്ല. നമ്മൾ വസിക്കുന്ന പ്രപഞ്ചത്തിൽ കോടാനുകോടി വർഷങ്ങളായി തുടരുന്ന ഇടതടവില്ലാത്ത എല്ലാ വ്യവസ്ഥകളും തന്ത്രപരമായ സർവസന്തുലനാവസ്ഥകളും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഒരു ദിവസം തകർന്ന് തരിപ്പണമാകും. ഇങ്ങനെ തകർന്നടിയുന്ന ആ നാളാണ് അന്ത്യനാൾ. ഈ ദിവസം എന്നാണെന്ന് കൃത്യമായി പറയുന്നില്ലെങ്കിലും ഈ ദിവസത്തെ സംഭവങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും ഒരുപാട് വചനങ്ങളുണ്ട് തത്വസമ്പൂർണമായ ഖുർആനിൽ. അടയാളങ്ങളിൽ ചിലത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ആ അന്ത്യസമയം പെട്ടെന്ന് വന്നുചേരാനല്ലാതെ മറ്റൊന്നുമല്ല ചിലർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യായവിധിനാളിനെക്കുറിച്ച് പലർക്കും ധാരണയുണ്ട്. ലോകാവസാന ദിവസത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും ധാരണയുണ്ട്. എന്നിരുന്നാലും അക്കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ സംസാരിക്കാനോ അധിക പേർക്കും താൽപ്പര്യമില്ല. ലോകാവസാനത്തിൻ്റെ ഭീകരതയെ അവഗണിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് മുഴുവനും അവർ ചെയ്തു കൂട്ടുന്നു. ലോകാവസാനത്തിൻ്റെ അടയാളം സൂചിപ്പിക്കുന്ന ഒരു പത്രവാർത്ത വായിക്കാനോ ലോകാവസാനത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെൻ്ററി കാണാനോ അവർ തയ്യാറാകുന്നില്ല. ആ ദിവസം വന്നണയുമെന്ന സത്യമോർക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. ആ സത്യത്തിനെതിരെ അങ്ങേയറ്റത്തെ അവഗണനയോടുകൂടിയാണ് അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നത്. ഇത്തരക്കാരെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. തീർച്ചയായും ആ അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. അതിനാൽ നിഷേധികൾക്ക് താങ്കൾ വളരെ നല്ല നിലയിൽ മാപ്പ് നൽകുക. ലോകാവസാന നാളിൽ പ്രപഞ്ചത്തിലും ഭൂമിയിലും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നാളിൻ്റെ ഭീകരത, കാഠിന്യം എന്നിവയെക്കുറിച്ചും മനുഷ്യൻ്റെ മനസ്ഥിതി, ഭീതി എന്നിവയെക്കുറിച്ചും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തെ മൃഗങ്ങളുടെ പെരുമാറ്റം പോലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ശൂന്യതയിൽ നിന്ന് എങ്ങനെയാണോ ഇടതടവില്ലാതെയും ആശ്ചര്യകരമായും പ്രവർത്തിക്കുന്ന പ്രപഞ്ചം ഉടലെടുത്തത്, അതുപോലെ തന്നെ പ്രപഞ്ചം ശൂന്യതയിലേക്ക് തിരിച്ചു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭൂമി അതിന് വിധിക്കപ്പെട്ട അവസാന നാളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസാന നാളിൻ്റെ അടയാളങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഇക്കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അവസാന നാളുകളുടെ അടയാളങ്ങളായി നമ്മുടെ റസൂലുള്ള നമുക്ക് വ്യക്തമാക്കി തന്ന കാര്യങ്ങളിൽ ചിലത് നമുക്ക് വീണ്ടും പരിശോധിക്കാം. ശക്തമായ പുക ഉയരൽ, യുദ്ധങ്ങളും കലഹങ്ങളും, വലിയ പട്ടണങ്ങളുടെ നാശം, ഭൂമികുലുക്കം, ദാരിദ്ര്യം, ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ച, ഖുർആനിൽ നിന്നുള്ള അകൽച്ച, സാമൂഹിക ബന്ധങ്ങളുടെ ശിഥിലീകരണം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കുതിച്ചുകയറ്റം, ചന്ദ്രൻ്റെ പിളർച്ച, ഇമാം മഹദിയുടെ അവതരണം, ദജ്ജാലിൻ്റെ പുറപ്പാട്, മറിയം ബീവിയുടെ പുത്രൻ ഈസാ റസൂലിൻ്റെ അവതരണം, ലാബത്തല്ലർന്ന് പ്രത്യക്ഷപ്പെടൽ,
ഈ അടയാളങ്ങളിൽ ചിലത് 20-ാം നൂറ്റാണ്ടിൻ്റെ പിറവിയോടുകൂടി സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. മറ്റു ചിലത് സംഭവിക്കാനിരിക്കുന്നു. ലോകാവസാനത്തെക്കുറിച്ചും അവസാന നാളുകളെക്കുറിച്ചും നമ്മുടെ റസൂലുള്ള നമുക്ക് വിവരിച്ചു തന്ന അടയാളങ്ങളിൽ മറ്റൊന്നാണ് അസ്തമയ സ്ഥാനത്തുനിന്ന് സൂര്യനിൻ്റെ ഉദയം. ഇക്കാര്യത്തെക്കുറിച്ചുള്ള പ്രവാചക വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. റസൂലുള്ള പറഞ്ഞു, സൂര്യൻ അതിൻ്റെ അസ്തമയസ്ഥാനത്ത് നിന്ന് ഉദിക്കുന്നതുവരെ ന്യായവിധി നാൾ പുലരുകയില്ല. ഈ അടയാളം കണ്ടാൽ ന്യായവിധി നാളിൽ വിശ്വസിക്കും. റസൂലുള്ള പറഞ്ഞു, ശക്തമായ പുക ഉയരൽ, ദജ്ജാലിൻ്റെ പുറപ്പാട്, റാബത്തൽ അർള് പ്രത്യക്ഷപ്പെടൽ, അസ്തമയസ്ഥാനത്തു നിന്നുള്ള സൂര്യൻ്റെ ഉദയം തുടങ്ങിയ 10 അടയാളങ്ങൾ സംഭവിക്കാതെ ന്യായവിധി നാൾ പുലരുകയില്ല. റസൂലുള്ള പറഞ്ഞു, ശക്തമായ പുക ഉയരൽ, ദജ്ജാലിൻ്റെ പുറപ്പാട്, റാബത്തൽ അർള് പ്രത്യക്ഷപ്പെടൽ, അസ്തമയസ്ഥാനത്തു നിന്നുള്ള സൂര്യൻ്റെ ഉദയം തുടങ്ങിയ 6 അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് നന്മയിൽ മുന്നേറാൻ തിടുക്കം കൂട്ടുക. ന്യായവിധി നാളിന് മുമ്പുള്ള സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്ന അടയാളം വിവരിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ഹദീസുകൾ ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അടയാളത്തിനു ശേഷം സകലരും വിശ്വാസികളായി മാറും. പക്ഷേ ആ മാറ്റം കൊണ്ട് അവർക്കൊരു പ്രയോജനവും ഉണ്ടായിരിക്കുകയില്ല. അതിനു മുമ്പുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങളും മാത്രമേ അള്ളാഹുവിൽ സ്വീകാര്യമാകുകയുള്ളൂ. ഇക്കാര്യം തത്വസമ്പൂർണമായ ഖുർആൻ വിവരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നബിയെ, അവർക്കരികിൽ മലക്കുകൾ പ്രത്യക്ഷപ്പെടുന്നതോ അല്ലെങ്കിൽ താങ്കളുടെ നാഥൻ തന്നെ അവർക്കടുത്ത് പ്രത്യക്ഷപ്പെടുന്നതോ അതുമല്ലെങ്കിൽ താങ്കളുടെ നാഥൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വെളിവാകുന്നതോ അല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്? ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമുള്ള വിശ്വാസമോ ആ വിശ്വാസത്തിൽ ഊന്നിയ സൽക്കർമ്മങ്ങളോ ദൃഷ്ടാന്തത്തിന് മുമ്പുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങളും പോലെ സ്വീകരിക്കപ്പെടുകയില്ല. നബിയെ, താങ്കൾ അവരോട് പറയുക, നിങ്ങൾ കാത്തിരിക്കുക, ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഈ വചനത്തിലെ ദൃഷ്ടാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണെന്നാണ് പ്രശസ്ത പണ്ഡിതനായ അഹമ്മദ് ബിൻ ഹംബൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. സൂര്യൻ്റെ പടിഞ്ഞാറെ ഉദയത്തെക്കുറിച്ചുള്ള മറ്റൊരു ഹദീസ് നമുക്ക് പരിശോധിക്കാം. റസൂലുള്ള പറഞ്ഞു, സൂര്യൻ അതിൻ്റെ അസ്തമയസ്ഥാനത്ത് നിന്ന് ഉദിക്കുന്നതുവരെ ന്യായവിധി നാൾ പുലരുകയില്ല. ഈ അടയാളം കണ്ടാൽ ജനങ്ങൾ ന്യായവിധി നാളിൽ വിശ്വസിക്കും. ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമുള്ള വിശ്വാസമോ ആ വിശ്വാസത്തിൽ ഊന്നിയ സൽക്കർമ്മങ്ങളോ ദൃഷ്ടാന്തത്തിന് മുമ്പുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങളും പോലെ സ്വീകരിക്കപ്പെടുകയില്ല. ന്യായവിധി നാൾ പുലരുമെന്നതും തീർച്ചയാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന വിധം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിനെക്കുറിച്ച് പല പണ്ഡിതരും തങ്ങളുടെ അഭിപ്രായം വിവരിച്ചിട്ടുണ്ട്. റസൂലുള്ളയുടെ ഈ വചനം നൂരിസി വിവരിച്ചത് എങ്ങനെയാണെന്ന് ബദിയുസ്സമാൻ വ്യക്തമാക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്ന ലോകാവസാനത്തിൻ്റെ അടയാളം ഒരു തെളിവും ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ്. ലോകാവസാനത്തിൻ്റെ അവിതർക്കിതമായ ഒരടയാളവുമാണ് ഇത്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായതിനാൽ ഇതിൻ്റെ സംഭവ്യതയെക്കുറിച്ച് കാര്യകാരണങ്ങളുടെ തെളിവുകൾ ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ മറ്റെല്ലാ ദൃഷ്ടാന്തങ്ങളും സംഭവിക്കുന്നത് പോലെ തന്നെ ഇതും സംഭവിക്കുമെന്നാണ് ബദിയുസ്സമാൻ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ലോകാവസാന വേളയിലെ ഈ അടയാളത്തിന് സാക്ഷികളാകാൻ സാധിക്കും. ബദിയുസ്സമാന്റെ വിവരണം തുടരുന്നത് ശ്രദ്ധിക്കാം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിൻ്റെ കാരണം അള്ളാഹുവിന് മാത്രമേ വ്യക്തമായി അറിയുകയുള്ളൂ. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കറങ്ങിയേക്കാം. എന്നിരുന്നാലും ഒരു വാൽനക്ഷത്രമോ ശക്തമായ ഉൽക്കാശിലയോ ഭൂമിയിൽ പതിച്ചാൽ മതി ഭൂമി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കറങ്ങാൻ. അങ്ങനെ ഭൂമിയുടെ കറക്കം തലതിരിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിച്ചുയരുന്നത് പടിഞ്ഞാറു നിന്നായിരിക്കും. ഭൂമിയിൽ ഒരു വാൽനക്ഷത്രമോ ഉൽക്കാശിലയോ പതിച്ചാൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമെന്ന കാര്യം നൂറിസി തൻ്റെ ഗ്രന്ഥത്തിൽ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ബദിയുസ്സമാൻ വിവരിച്ചിരിക്കുന്നത്. വാൽ നക്ഷത്രത്തിൻ്റെയോ ഉൽക്കാശിലയുടെയോ ശക്തമായ ഇടിയെക്കുറിച്ച് സൂചന നൽകുന്ന ഖുർആൻ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അന്ന് വളരെ ശക്തമായൊരു പ്രകമ്പനമുണ്ടാകും.
ആദ്യത്തെ പ്രകമ്പനത്തിന് പിന്നാലെ മറ്റൊരു പ്രകമ്പനവുമുണ്ടാകും. ശക്തമായ 2 പ്രകമ്പനങ്ങളാണ് ഈ ആയത്തുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വാൽനക്ഷത്രമോ ഉൽക്കാശിലയോ ഭൂമിയിൽ ശക്തമായി പതിച്ചാലുണ്ടാകുന്ന പ്രകമ്പനമാകാം ഒരുപക്ഷെ ആദ്യത്തെ പ്രകമ്പനം. കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഭൂമിയുടെ ഭ്രമണം ഈ പതനം മൂലം നിലച്ചുപോയേക്കാം. ഇത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിച്ചേക്കാം. ഇങ്ങനെ രാവും പകലും മാറിമറിയും. ഭൂമിയുടെ ഒരു ഭാഗത്ത് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും പുലരാത്ത രാത്രി, മറുഭാഗത്ത് സൂര്യൻ അസ്തമിക്കാത്ത നീണ്ട പകൽ. ഈ മാറ്റം മൂലം ജനങ്ങൾ അന്ധാളിച്ചു നിന്നു പോകും. ഭയവും ഭീതിയും ഭൂമിയിൽ നിറഞ്ഞു നിൽക്കും. ഭൂമിയുടെ ഉപരിതല ഫലകങ്ങൾ ഇളകിത്തുടങ്ങും. ഭൂമി കുലുക്കങ്ങൾ ഭൂമി നിറയെ നടമാടും. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു തുടങ്ങും. തിളച്ചുമറിയുന്ന ലാവ ഭൂമിയിലാകമാനം ഒഴുകിത്തുടങ്ങും. ജനങ്ങളുടെ ഭീതിയും ഭയവും കൂടുതൽ ഭ്രാന്തമായ അവസ്ഥയിൽ ഉയരും. എന്നിട്ടും 2ാമത്തെ പ്രകമ്പനം ബാക്കി നിൽക്കുന്നു. ഈ പ്രകമ്പനം എന്താണെന്ന് വ്യക്തമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഒരുപക്ഷെ ഭൂമി നേരെ എതിർദിശയിലേക്ക് ഭ്രമണം ചെയ്തു തുടങ്ങുന്നതാവാം ഈ 2ാമത്തെ പ്രകമ്പനം. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു നിമിഷം പോലും താളം തെറ്റിക്കാതെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് കറങ്ങിത്തുടങ്ങുന്നു. ഇങ്ങനെ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നു. ഭൂമിയുടെ തലതിരിഞ്ഞുള്ള പുതിയ കറക്കം അതിൻ്റെ എല്ലാ വ്യവസ്ഥകളുടെയും സന്തുലനാവസ്ഥകളുടെയും താളം തെറ്റിക്കും. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് അവതാളത്തിലായി മാറും. ഈ സന്ദർഭത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ സർവതന്ത്രജ്ഞനായ അള്ളാഹു തത്വസമ്പൂർണമായി ഖുർആനിൽ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഹൃദയങ്ങൾ അന്ന് കിടുകിടാ വിറയ്ക്കും. അവയുടെ കണ്ണുകൾ അന്ന് ഉള്ളിലോട്ട് കുഴിഞ്ഞുപോകും. അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഭൂമിയുടെ കഥ കഴിഞ്ഞുവെന്നും ന്യായവിധി നാൾ ആരംഭിക്കാൻ പോകുന്നുവെന്നും മനസ്സിലാവും. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചതിനു ശേഷം ആദ്യത്തെ മഹാപ്രകമ്പനം തന്നെ ഭൂമിയുടെ സകല വ്യവസ്ഥകളും സന്തുലനാവസ്ഥകളും തകിടം മറിക്കും. മനുഷ്യരും ജന്തുക്കളും മറ്റെല്ലാ ജീവികളും ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അഭിമുഖീകരിക്കേണ്ടി വരും. പ്രകമ്പനവും ഭൂമിയുടെ തലതിരിഞ്ഞ ഭ്രമണവും ഭൗമോപരിതലത്തിലെ സകല ഫലകങ്ങൾക്കും ഇളക്കം സൃഷ്ടിക്കും. ഭൂമി കുലുക്കങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പൊട്ടിപ്പുറപ്പെടും. ഓടിയൊളിക്കാനോ അഭയം തേടാനോ ഒരിടവും ഭൂമുഖത്ത് കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം ഇതിനു മുമ്പ് കുലുങ്ങിയതുപോലെയല്ല ഭൂമി ഇപ്പോൾ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ഒരേ സമയമാണ് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിശയിലേക്കും തിളച്ചുമറിയുന്ന ലാവ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്ന ഖുർആൻ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഭൂമി അതിൻ്റെ ആ കുലുക്കം കുലുങ്ങിയാൽ അതിൻ്റെ ആ ഭാരം മുഴുവനും അത് പുറന്തള്ളും. ഭൂമിക്ക് എന്തു പറ്റിപ്പോയെന്ന് മനുഷ്യർ അലമുറയിടുമ്പോൾ ഭൂമി അതിൻ്റെ രഹസ്യങ്ങൾ പരസ്യമാക്കി തുടങ്ങും. തങ്ങളുടെ നാഥന്റെ ബോധനം ഭൂമിക്ക് ലഭിച്ചത് കാരണം. അറ്റങ്ങൾ സങ്കൽപ്പിക്കാൻ സാധിക്കാത്ത പ്രപഞ്ചവും അതിനകത്തെ കോടാനുകോടി നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയും സർവാധിപതിയായ അള്ളാഹുവിൻ്റെ കൽപ്പന മൂലമാണ് ഉടലെടുത്തത്. ഇവ മുഴുവനും നിലനിന്നു വന്നതും പരമകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായാണ്. ഇവയ്ക്ക് ഒരന്ത്യവും സർവതന്ത്രജ്ഞനായ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ അന്ത്യനാൾ ഭൂമി മാത്രമല്ല കിടുകിടാ വിറയ്ക്കുന്നത്. ആകാശങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആകാശങ്ങളിലെ ഈ മാറ്റങ്ങൾ വ്യക്തമാക്കുന്ന വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അന്ന് ആകാശം അതിൻ്റെ ആ വിറയിൽ വിറയ്ക്കും. അന്ന് ആകാശം പൊട്ടിപ്പിളരും. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് പ്രാവർത്തികമാകുക തന്നെ ചെയ്യും. ആകാശം പൊട്ടിപ്പിളരും. കാരണം അന്നത് ദുർബലമായി തീർന്നിരിക്കും. നക്ഷത്രങ്ങളുടെയും ഉൽക്കകളുടെയും പതനം മൂലം വളരെ ശക്തമായ പുകയും പൊടിപടലങ്ങളും ഭൂമിയെ മൂടിപ്പുതയ്ക്കും. ഭൂമിയുടെ ഈ പുതപ്പ് കാരണം സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുകയില്ല. അങ്ങനെ ഭൂമിയിലെ സകല ജൈവ വ്യവസ്ഥകളും തകർക്കപ്പെടും. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിലൊന്നായി നമ്മുടെ റസൂലുള്ള ചൂണ്ടിക്കാണിച്ചത്
ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ പുകയാണെന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭൂമിയുടെ ഈ പുതിയ അവസ്ഥാവിശേഷം കാരണം കരയിലെയും കടലിലെയും സർവ്വജീവികളും ചത്തൊടുങ്ങും. കടലിലെ തണുത്ത ജലം മാറിയ സാഹചര്യത്തിൽ അവിശ്വസനീയമായ ചൂടിൽ തിളച്ചുമറിയും. തിരമാലകൾക്ക് പകരം തീജ്വാലകൾ ഉയരും. ആ ജ്വാല ഭൂമിയെ പുതഞ്ഞുകിടക്കുന്ന പുകയിലും പടരും. ഭൂമിയിലെ ചൂട് ഹിമപാളികളെ ഉരുക്കിയൊലിപ്പിക്കും. കടലിലെ തിളച്ചുമറിയുന്ന ജലനിരപ്പ് വീണ്ടും ഉയരും. ഒരഭയകേന്ദ്രം തേടിക്കൊണ്ട് ജനങ്ങൾ നാനാദിക്കിലേക്കും മലമുറയിട്ടുകൊണ്ട് ഓടും. പക്ഷേ എവിടെയും ഒരഭയകേന്ദ്രം കണ്ടെത്താൻ ആർക്കും സാധിക്കുകയില്ല. എന്നിട്ടും മനുഷ്യൻ തൻ്റെ ഭാവി ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എപ്പോഴാണ് ഈ ലോകാവസാനമെന്ന് അവൻ പരിഹസിക്കുന്നു. പക്ഷേ കണ്ണുകൾ അഞ്ചിപ്പോയാൽ, ചന്ദ്രൻ മൂടപ്പെട്ടാൽ, ചന്ദ്രനും സൂര്യനും വിളക്കിച്ചേർക്കപ്പെടും. അന്ന് എവിടെ ഓടി രക്ഷപ്പെടുമെന്ന് മനുഷ്യൻ മുറവിളി കൂട്ടും. ഇല്ല, ഒരു രക്ഷയുമില്ല നബിയെ, താങ്കളുടെ നാഥനിലേക്കാണ് അന്ന് മനുഷ്യർ തെളിച്ചുകൂട്ടപ്പെടുക. ന്യായവിധി നാൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് സങ്കല്പിച്ചു നോക്കാം. എവിടെയെങ്കിലും എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മൾ നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമുക്കാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഗാധമായി ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നമ്മൾ ചിന്തിക്കാൻ മടി കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിന്തിക്കാൻ പാടില്ല എന്നു തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഇവയിലൊന്നാണ് മരണം. ഈ മരണം എല്ലാത്തിൻ്റെയും അവസാനമാണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കാൻ ഭയക്കുന്ന മറ്റൊന്നാണ് പ്രപഞ്ചത്തിൻ്റെ നാശം കുറിക്കുന്ന ലോകാവസാനം. മരണം ഇഹലോക ജീവിതത്തിൻ്റെയും ലോകാവസാനം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെയും അവസാനമാണ്. പക്ഷേ അതേസമയം അനശ്വരമായ പരലോക ജീവിതത്തിൻ്റെ ആരംഭവുമാണ്. ന്യായവിധി നാളിലാണ് എല്ലാ മനുഷ്യരും കൂട്ടത്തോടെ ഉയിർത്തെഴുന്നേൽക്കുന്നത്. ഭൂമിയിലെ ജീവിതത്തിൽ അല്ലാഹുവിലും ഈ അന്ത്യനാളിലും വിശ്വസിച്ചവർ അനുഗ്രഹീത സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടും. നിഷേധികൾ നരകത്തിലേക്ക് തള്ളപ്പെടും. ഇക്കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവർ മരണത്തെക്കുറിച്ചോ ലോകാവസാനത്തെക്കുറിച്ചോ ന്യായവിധി നാടിനെക്കുറിച്ചോ പരലോക ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാതിരിക്കുന്നതിൽ ഒരു യുക്തിയുമില്ല. മറിച്ച് ഇക്കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും ജീവിതരീതിയിൽ മാറ്റം വരുത്തി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറുകയുമാണ് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുന്ന ഖുർആൻ വചനം നമുക്ക് ശ്രദ്ധിക്കാം. നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നേറുന്നവനാരോ അവന് തൻ്റെ നാഥൻ്റെ സന്നിധിയിൽ പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ്. അത്തരക്കാർക്ക് ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടി വരില്ല. ന്യായവിധി നാളിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാളിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. സകല മനുഷ്യരെയും കാത്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ന്യായവിധി നാൾ. ഇക്കാര്യം അവഗണിച്ചാലും പരിഗണിച്ചാലും ന്യായവിധി നാൾ അഭിമുഖീകരിക്കേണ്ടവർ തന്നെയാണ് നമ്മൾ. അവഗണന കൊണ്ട് ന്യായവിധി നാൾ ഒരിക്കലും ഇല്ലാതായിപ്പോകില്ല. പകരം നമുക്ക് സർവനാശം നേരിടുകയാണ് ചെയ്യുക. പരിഗണിക്കുകയും ഓർത്തുകൊണ്ടിരിക്കുകയും ജീവിതരീതിയിൽ മാറ്റം വരുത്തുകയും പരമകാരുണ്യവാനായ അല്ലാഹുവിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ആ ദിവസത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അല്ലാഹുവിൻ്റെ ആശീർവാദത്തോടുകൂടി അനുഗ്രഹീത സുഖങ്ങളിൽ ഉല്ലസിക്കുകയും ചെയ്യാം. നമുക്ക് മരണം തൊട്ടടുത്തു തന്നെ കാത്തിരിപ്പുണ്ട്. വളരെ ചെറുപ്പമായാലും പ്രായമേറിയായാലും മരണം ഏതു ദിവസവും ഏതു നിമിഷവും പ്രതീക്ഷിക്കാം. അതിൻ്റെ സമയം മാറ്റിവെക്കാനോ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ നമുക്ക് സാധ്യമല്ല. മരണം നമ്മുടെ അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും. മനുഷ്യന് മാത്രമല്ല അന്ത്യമുള്ളത്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിന് തന്നെയും അന്ത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ അന്ത്യസമയം കുറിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ലോകാവസാനമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ദിവസം
ഈ പ്രപഞ്ചത്തിലെ സകല ചലനങ്ങളും തകിടം മറിയും. മനുഷ്യ മനസ്സിന് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര ഭയാനകവും ഭീതി നിറഞ്ഞതുമായിരിക്കും ആ ദിവസം. ഭൂമിയിലെ സകലതും നശിപ്പിക്കപ്പെടും. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. സൂര്യൻ കെട്ടടങ്ങും. ലോകാവസാനത്തിന് ശേഷം സകല മനുഷ്യരും ഉയിർത്തെഴുന്നേൽക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യും. ഇങ്ങനെ സമ്മേളിക്കുന്ന നാളാണ് ന്യായവിധി നാൾ. സകല മനുഷ്യരും ഈ ദിവസത്തിന് സാക്ഷികളായി മാറും. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായൊരു നാളായിരിക്കും ഇത്. ഈ നാളിൻ്റെ നിയന്ത്രണം സർവാധിപതിയായ അല്ലാഹുവിന് മാത്രമായിരിക്കും. ന്യായവിധി നാളിലെ സംഭവവികാസങ്ങൾ. കാഹളത്തിൽ ഊതപ്പെടുന്നതോടെയായിരിക്കും ഈ നാൾ ആരംഭിക്കുക. ഇക്കാര്യം വ്യക്തമാക്കുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ കാഹളത്തിൽ ഊതപ്പെടും. ആ നാളാണ് മുന്നറിയിപ്പ് നൽകപ്പെട്ട നാൾ. അന്ന് സകല മനുഷ്യരും സർവ്വലോകനാഥന്റെ സന്നിധിയിൽ ഹാജരാകും. പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും ഒടുങ്ങിയതിനു ശേഷമാണ് ന്യായവിധി നാൾ പുലരുന്നത്. പ്രപഞ്ചം മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഭയാനക സംഭവങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ ഒടുക്കം പൂർത്തിയാക്കുന്നത്. ആ ലോകാവസാന ദിവസം മനുഷ്യരും മൃഗങ്ങളും മറ്റെല്ലാ ചരാചരങ്ങളും നശിച്ചൊടുങ്ങും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പ്രപഞ്ചം തകർന്ന് തരിപ്പണമാകും. അടുത്ത ഘട്ടമായ ന്യായവിധി നാളിൽ സർവാധിപതിയായ അല്ലാഹുവിൻ്റെ ആധിപത്യം പ്രത്യക്ഷമാകുകയും ഏതൊരു നിഷേധിയും അതിന് സാക്ഷിയാവുകയും ചെയ്യും. നിഷേധികൾ ഭയം മൂലം കൊടുമ്പിരിക്കൊള്ളുന്ന നാളായിരിക്കുമത്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഖേദത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അപമാനത്തിൻ്റെയും നാളായിരിക്കുമത്. കാരണം നിഷേധികളെ കാത്തിരിക്കുന്നത് നരകമാണ്. ഓരോ മനുഷ്യനും ഹാജരാക്കപ്പെടുന്നു. അവൻ്റെ കൂടെ തെളിക്കുന്നവനും ഒരു സാക്ഷിയുമുണ്ടായിരിക്കും. ഇക്കാര്യത്തെക്കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു. നിന്റെ മുമ്പിലുണ്ടായിരുന്ന പർദ്ദ ഇന്നിതാ നീക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നിന്റെ കാഴ്ച അതിതീക്ഷ്ണമായി മാറിയിരിക്കുന്നു. സാക്ഷി ബോധിപ്പിക്കുന്നു, എൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ഇവനീതാ ഞാൻ ഹാജരാക്കിയിരിക്കുന്നു. അപ്പോൾ കൽപ്പിക്കപ്പെടും, ഇവനെ നരകത്തിലെറിയുക. സത്യനിഷേധികളും ധിക്കാരികളുമായ എല്ലാവരെയും ഇതുപോലെ എറിയുക. നന്മകൾ തടഞ്ഞവനാണിവൻ. അതിരു ലംഘിക്കുകയും സംശയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തവനാണിവൻ. അല്ലാഹുവിനോടൊപ്പം ഇതരന്മാരെ ആരാധിച്ചവനാണിവൻ. ഇവനെ കഠിന ശിക്ഷയിലേക്ക് എറിയുക തന്നെ ചെയ്യുക. നമ്മുടെ പക്കൽ കനത്ത ചങ്ങലകളും ആളിക്കത്തുന്ന അഗ്നിയുമുണ്ട്. തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണങ്ങളും നോവേറിയ ശിക്ഷയുമുണ്ട്. ഉടനെ തന്നെ ഞാനിവനെ നരകത്തിൽ തള്ളുന്നുണ്ട്. ആ നരകമെന്താണെന്ന് നിനക്കറിയുമോ? അത് ഒന്നും അവശേഷിപ്പിക്കുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ചർമ്മം കത്തിക്കരിച്ച് രൂപം മാറ്റിമറിക്കുമത്. 19 പേരാണ് അതിൻ്റെ കാവൽക്കാർ. ഇന്ന് നരകം മുന്നിൽ കൊണ്ടുവരപ്പെടും. അപ്പോൾ മനുഷ്യന് ബോധമുദിക്കും. ഈ സമയത്തെ ബോധോദയം കൊണ്ട് എന്ത് ഫലം? ഇവൻ വിലപിക്കുന്നു, ഹാ കഷ്ടം! എൻ്റെ ഈ ജീവിതത്തിനായി ഞാൻ വല്ല മുന്നൊരുക്കവും ചെയ്തിരുന്നെങ്കിൽ. ഇന്ന് അല്ലാഹു ശിക്ഷിക്കുന്നതുപോലെ ശിക്ഷിക്കുന്നവനാരുമില്ല. അല്ലാഹു പിടിച്ചുകെട്ടുന്നതുപോലെ പിടിച്ചുകെട്ടുന്നവനും ആരുമില്ല. ഇവരോട് അല്ലാഹു ഒരക്രമവും ചെയ്തിട്ടില്ല. ഇവർ തന്നെയാണ് ഇവരോട് അക്രമം ചെയ്തുകൊണ്ടിരുന്നത്. ഇവരിപ്പോൾ നിലവിളിക്കുന്നു, ഹേ മാലിക്കേ, നിന്റെ റബ്ബ് ഞങ്ങളുടെ കഥയങ്ങ് കഴിച്ചു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാലിക് ഉത്തരം നൽകുന്നു, നിങ്ങളിത് അനുഭവിക്കേണ്ടവർ തന്നെയാണ്. ഞങ്ങൾ സത്യവുമായി നിങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം നിങ്ങളിലധികം ആളുകൾക്കും അരോചകമായിരുന്നില്ലേ? ഇന്ന് നിഷേധികൾക്ക് കൊടും നാശം. ദുർന്യായങ്ങളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ നിഷേധികൾ. ഇന്നിവരെ നരകാഗ്നിയിലേക്ക് തള്ളി നീക്കപ്പെടുന്നു. ഇവരോട് പറയപ്പെടുന്നു, നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന ആ നരകമാണിത്. ഇനി പറയൂ, ഇത് മായാജാലമാണോ? നിങ്ങൾക്കിപ്പോൾ ഇത് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലേ? ഇനി ഇതിൽ കിടന്നുരുണ്ട് വെന്ത് കരിഞ്ഞുകൊള്ളുക. നിങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഒരുപോലെയാണ്.
നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രതിഫലവും നൽകപ്പെടുന്നത്. ഇന്ന് കുറ്റവാളികൾ കൊതിക്കുന്നു. ഈ ശിക്ഷയിൽ നിന്ന് തൻ്റെ മക്കളെ പകരം നൽകി രക്ഷപ്പെടാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഭാര്യയെയും സഹോദരനെയും പകരം നൽകി രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ, തനിക്കഭയമേകിയിരുന്ന ഉറ്റ ബന്ധുക്കളെ പകരം നൽകി രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ, ഭൂമിയിലുണ്ടായിരുന്ന എല്ലാവരെയും പകരം നൽകി രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഏതു മാർഗത്തിലെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരിക്കലും സാധിക്കുകയില്ല. നരകം ജ്വലിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. തലയുടെ തൊലിയുരിച്ചു കളയുക തന്നെ ചെയ്യും. സത്യത്തിൽ നിന്ന് പിന്നോട്ടടിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ധനം ശേഖരിക്കുകയും കുന്നുകൂട്ടിവെക്കുകയും ചെയ്തവരൊക്കെയും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് നരകമെന്നും എവിടെയാണ് സ്വർഗമെന്നും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമെന്നുമുള്ള വെല്ലുവിളികളുമായും നമ്മൾ നടന്നു. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചതാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. കുരങ്ങ് എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിന് ഏകകോശ ജീവി വളർന്നു വന്നതാണെന്ന് നമ്മൾ വിശദീകരിച്ചു. ഏകകോശജീവി ഒരു ആറ്റത്തിൽ നിന്ന് രൂപമെടുത്തതാണെന്നും സമർത്ഥിച്ചു. ആറ്റം എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് അത് സമയമാകുമ്പോൾ ശാസ്ത്രം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ മുങ്ങി നടന്നു. സമയമായപ്പോൾ നമ്മൾ വിശ്വാസമർപ്പിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രം മറുകണ്ഠം ചാടി സത്യം വിളിച്ചു പറഞ്ഞു. പ്രപഞ്ചത്തിന് ഒരന്ത്യമുണ്ടെന്ന സത്യം വിളിച്ചു പറഞ്ഞു. ആ അന്ത്യം നമുക്ക് ബോധ്യമായി. നരകം നമ്മൾ കണ്ടു. ഇനി സ്വർഗവും കാണാം. ഇവിടെയും പരമകാരുണ്യവാനായ അല്ലാഹുവിൻ്റെ ഖുർആൻ വചനങ്ങളിലൂടെ മാത്രമാണ് നാം സഞ്ചരിക്കുന്നത്. ഹേ സമാധാനം പ്രാപിച്ച ആത്മാവേ, നിന്റെ നാഥനിലേക്ക് സ്വാഗതം. സന്തോഷിക്കുക, സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ ഉത്തമദാസന്മാരോടൊപ്പം ചേർന്നുകൊള്ളുക. ഞാനൊരുക്കിയ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. എൻ്റെ ദാസന്മാരെ, നിങ്ങളിന്ന് യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഒട്ടും ദുഃഖിക്കേണ്ടതുമില്ല. എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചവരും എന്നെ അനുസരിച്ച് ജീവിച്ചവരുമാണ് നിങ്ങൾ. സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. നിങ്ങളുടെ ഇണകളെയും ക്ഷണിക്കുക. നിങ്ങൾ സന്തുഷ്ടരാക്കപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണത്താലങ്ങളും പാനപാത്രങ്ങളും അവരെ വലം വെച്ചുകൊണ്ടിരിക്കും. മനസ്സുകൾ ആശിക്കുന്നതും കണ്ണുകൾ ആസ്വദിക്കുന്നതുമായ വിഭവങ്ങളൊക്കെയും അവിടെ അവർക്കുണ്ടായിരിക്കും. അവരോട് പറയപ്പെടും, ഇനി നിങ്ങൾ ഇവിടെ നിത്യവാസികളായിരിക്കും. നിങ്ങൾ ഇഹത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നിമിത്തം ഈ സ്വർഗത്തിൻ്റെ അവകാശികളായി തീർന്നിരിക്കുന്നു. ഇവിടം നിങ്ങൾക്ക് ഫലസമൃദ്ധമാണ്. ഇതിൽ നിന്ന് യഥേഷ്ടം തിന്നുകൊണ്ടേയിരിക്കാം. ഇവരാണ് കർമ്മഫലം വലതുകൈകൊണ്ട് സ്വീകരിച്ചവർ. മുള്ളില്ലാത്ത ഇലന്തമരത്തോട്ടങ്ങളിലും കുലകൾ തൂങ്ങിക്കിടക്കുന്ന വാഴത്തോട്ടങ്ങളിലും തണൽ നൽകുന്ന മരച്ചുവടുകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളിലും പല പല പഴങ്ങൾക്കിടയിലും നിലച്ചുപോകാത്ത സുഖങ്ങളിലും എതിർപ്പ് നേരിടേണ്ടി വരാത്ത സുഖങ്ങളിലും അട്ടിയിട്ട കിടക്കകളിലുമാണിവർ. ഇവർക്ക് വേണ്ടിയുള്ള ഈ ഹൂറികൾ വേറിട്ട രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹിതകളായി ഒരുക്കിവെക്കപ്പെട്ടിരിക്കുന്നു. കന്യകകളായി സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. കർമ്മഫലം വലതുകൈകൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന ഇവർക്ക് വേണ്ടി. നന്മയിൽ മുന്നേറിയ ഇവരാണ് ആദരിക്കപ്പെടുന്നത്. അനുഗ്രഹീത സ്വർഗത്തിലാണിവർ. ഇവരിൽ അധികവും പൂർവികരിൽ നിന്ന് ഉള്ളവരാണ്. കുറച്ചുപേർ പിൻതലമുറക്കാരിൽ നിന്നും. സ്വർണത്തിൽ കടഞ്ഞെടുത്ത കട്ടിലുകളിലാണിവർ. ഈ കട്ടിലുകളിൽ പരസ്പരം നോക്കി ഇവർ ചാരിയിരിക്കുന്നു. നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ ഇവർക്കിടയിൽ ചുറ്റി നടക്കുന്നു. താലങ്ങളും പാനപാത്രങ്ങളും മദ്യം നിറച്ച കൂജകളുമാണ് ഈ ബാലന്മാരുടെ കൈകളിൽ. ഈ മദ്യം മൂലം ഇവർക്ക് തലവേദനിക്കുകയോ തല കറങ്ങുകയോ ചെയ്യുകയില്ല. ഇവർക്കിഷ്ടമുള്ള ഏതു പഴവും ഇവർക്കിവിടെ ലഭ്യമാണ്. ഇവരിഷ്ടപ്പെട്ടിരുന്ന പക്ഷിമാംസവും ഇവർക്കിവിടെ ലഭ്യമാണ്. ഹൂറികളെയും ഇവർക്കിവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ചിപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചതുപോലെയുള്ള ഹൂറികൾ. ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമാണ് ഇവയൊക്കെ. അനാവശ്യ വാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ ഇവരിവിടെ കേൾക്കുകയില്ല.
കേൾക്കുന്നത് സലാം സലാം എന്ന വാക്കുകൾ മാത്രമായിരിക്കും. ഞങ്ങളുടെ നാഥ, എല്ലാ സംഗതികളിലും നിന്റെ അറിവും കാരുണ്യവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്കും നിന്റെ മാർഗം പിന്തുടരുന്നവർക്കും നീ പുറത്തു കൊടുക്കണേ നാഥ. അവരെ നീ നരകത്തിൽ നിന്ന് മുക്തമാക്കണേ നാഥ. ഞങ്ങളുടെ നാഥ, നീ വാഗ്ദാനം ചെയ്ത ആ അനുഗ്രഹീത സ്വർഗത്തിൽ അവരെ നീ പ്രവേശിപ്പിക്കണേ നാഥ. അവരുടെ നല്ല മാതാപിതാക്കളെയും നല്ല ഭാര്യമാരെയും നല്ല സന്താനങ്ങളെയും നീ അവരോടൊപ്പം ചേർക്കണേ നാഥ. നാഥ, നീ മാത്രമാണ് സർവാധിപതിയും സർവജ്ഞനും.